കാണാൻ പോകുന്നതാണ് കിടിലൻ സാധനം. ഇത് കണ്ടോ, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. മൈസൂരിലെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാഴ്ച കണ്ടത്. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു യാത്രയിൽ പലതരം തോട്ടങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. സൂര്യകാന്തി, ചെണ്ടുമല്ലി, ചോളപ്പാടങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ. പക്ഷേ വഴിയോരത്ത് കണ്ട ഈ ഒരു കാഴ്ച ഞങ്ങളെ അമ്പരപ്പിച്ചു. ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ ഇറങ്ങി. ജന്മം കൊണ്ട് ഇന്ത്യക്കാരനല്ലെങ്കിലും ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ പോലും മനം കവരുന്ന ഒരുവനാണ് ഇന്നത്തെ താരം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ തോട്ടം ഒന്ന് സന്ദർശിച്ചാലോ? റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഈ ഒരു തോട്ടം. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ തൊഴിലാളികളൊക്കെ ഇവിടെ തന്നെ താമസിച്ചാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വളർത്തു നായ്ക്കളും പശുക്കളും ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ നമുക്ക് ചോളപ്പാടം കാണാൻ കഴിയൂട്ടോ. ഇതാണ് ചോളപ്പാടം. ഈ ചോളപ്പാടത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് തന്നെ വാഴത്തോട്ടം ഉണ്ട്, വാഴകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കിടിലൻ സാധനം. ഇത് കണ്ടോ, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാനുള്ള ചാൻസ് ഇപ്പോഴാണ് കിട്ടിയത്. ഒരു വലിയൊരു തോട്ടമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊക്കെ കേട്ടപ്പോൾ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവന് ചൈനീസ് കണക്ഷൻ ഉണ്ടെന്നാണ്. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു യൂണീക്ക് അപ്പിയറൻസ് ആണല്ലോ. കൂടാതെ കുറേ സ്പൈക്സും ഉണ്ട്. ഈ സ്പൈക്സ് ഒക്കെ ഫയറിനെയാണല്ലോ ചൈനീസ് മെത്തോളജി അനുസരിച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവൻ ചൈനീസുകാരനാണോ എന്ന് തോന്നിയത്. പക്ഷേ ഒറിജിനലി സദേൺ മെക്സിക്കോ ആൻഡ് നോർത്തേൺ ആൻഡ് സൗത്തേൺ അമേരിക്കക്കാരനാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. അവിടെയൊക്കെ ഇതിനെ പിറ്റായ എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള ആ ഒരു പേരാണ് ബോധിച്ചത്. ചെടി പോലെയാണ് ഇരിക്കുന്ന ഈ പ്ലാന്റ് മുഴുവൻ. അതിലുണ്ടാകുന്ന ഒരു ഫ്രൂട്ട്, ഈ ഒരു ഓറഞ്ച് കളർ, ഇത് റൈപ്പൻ ആവാൻ നിൽക്കുന്നേ ഉള്ളൂ. റൈപ്പനായി കഴിയുമ്പോൾ നല്ല റെഡ് കളർ വരും. ഓരോ എണ്ണത്തിലും ഓരോന്നല്ലേ, ഓരോ ഇതെല്ലാം ഓരോന്നല്ലേ വരും. ഇവിടെ നല്ല വലിയ കാക്ടസ് ആണ്. ഇതെല്ലാം ഓരോ തൂണുകൾ കൊടുത്ത് കെട്ടി വെച്ച് അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഇതിനെ നനയ്ക്കാനുള്ള പൈപ്പുകൾ വെച്ചേക്കാണ് ഇവിടെ മൊത്തം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഫുൾ ടൈം കണ്ടിന്യൂസ് ഇറിഗേഷനാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ചുവപ്പ് നിറത്തിലുള്ള കളറാണ് ഉള്ളതെങ്കിൽ ഏകദേശം 11.5 ഗ്രാം ഓഫ് ഷുഗറാണ് അതിനുള്ളിലുള്ളത്. ഇനി വൈറ്റ് കളറാണെങ്കിൽ അതിൽ താരതമ്യേന ഷുഗർ കുറവാണ്, 7.65 ഗ്രാംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ റെക്കമെൻഡഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ റെഡ് കളറിനാണ് മധുരം കൂടുതലുള്ളത്. ഇത് കണ്ടപ്പോൾ ഫോട്ടോ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് ചിലർക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. തീർത്തും അജ്ഞാതമായിരുന്ന, നമുക്ക് അപ്രാപ്യമായിരുന്ന ഇത്തരം കായലും പഴങ്ങളും നമ്മുടെ നാട്ടിൽ സുലഭമായി വരുന്നു. അത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. ക്ലൈംബിംഗ് കാക്ടസ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു സ്പീഷീസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് കൂടുതലായിട്ടും വളരുന്നത്. മിനിമം ഏകദേശം 6 hours ഓഫ് സൺലൈറ്റെങ്കിലും ഈ ഒരു ചെടിക്ക് വേണം. അതായത് വാമായിട്ടുള്ളൊരു ക്ലൈമറ്റ് വേണം. പിന്നെ വെള്ളം അധികം കെട്ടി നിൽക്കാത്ത മണ്ണും കൂടി ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ഈ ചെടി വളരും.
നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ലിമിറ്റഡ് കൾട്ടിവേഷനാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഡിമാൻഡ് വളരെ കൂടുതലും. അതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. നല്ല ഗ്രീൻ കളറിലുള്ള ഈ ചെടികളിൽ നല്ല പിങ്ക് നിറത്തിലും ഡാർക്ക് റെഡ് കളറിലൊക്കെ ഈ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അധികം വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണിത്. ഇവിടെ ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ ഇറിഗേഷനായിട്ട് പൈപ്പ് ലൈൻസ് വലിച്ചിട്ടുണ്ട് ഓരോ ചെടികൾക്കിടയിലൂടെയും. എന്നാൽ ഈ മണ്ണിലെ മോയ്സ്ചറിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഇറിഗേഷനെല്ലാം ഓൺ ആക്കുന്നത്. അധികം വെള്ളം കെട്ടി നിൽക്കുന്നത് ഈ ചെടിക്ക് അത്ര നല്ലതല്ല. അത്യാവശ്യം വെയിറ്റുള്ള ഫ്രൂട്ട്സാണ് ഈ തൂങ്ങിക്കിടക്കുന്നതൊക്കെ. പാകമാകുന്നതോടുകൂടി ഏകദേശം 1 കിലോയോളം തൂക്കം വരും. മനുഷ്യ ശരീരത്തിൽ അടിമുടി ബെനിഫിറ്റ്സ് തരാൻ ഉതകും വിധം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസിനാലും സമ്പന്നമാണ് ഈ ഒരു പഴം. ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും ഒരു പരിധിവരെ ക്യാൻസറിനെതിരായും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായും ഒക്കെ പടപൊരുതുന്ന ഒരു അത്ഭുത ഫ്രൂട്ട്. കാറ്റ്കസ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഈ ചെടിയിലൊക്കെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളുണ്ട്. ഫ്രൂട്ട്സ് പാകമാകുമ്പോൾ എന്തായാലും മറ്റു ജീവികളുടെ ഒന്നും അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ്. ഈ തോട്ടത്തിൽ വേറെ ഉണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ. ഫാഷൻ ഫ്രൂട്ട്, ടൊമാറ്റോ, ചോളം, ഇഷ്ടം പോലെ കൃഷികളാണ് ഇതിനിടയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു 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 സ്നേഹമുണ്ടല്ലോ. കുഞ്ഞു ഓടി വരരുത്, കളിക്കവന്. ഹായ് ഹായ് ഹായ്. അയ്യോ ഞാൻ പെട്ടു. ഈ തോട്ടത്തിൽ വരികയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടും ആരോഗ്യമുള്ള തൈകളും വാങ്ങിക്കാം. ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു തോട്ടത്തിൽ വന്നത് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അവർക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിലൊന്നായിരുന്നില്ല ശ്രദ്ധ. അവിടെ കളിച്ചോണ്ട് നടന്നിരുന്ന നായ്ക്കുട്ടികളെയും ആട്ടിൻകുട്ടികളുടെ ഒക്കെ അടുത്ത് തന്നെയായിരുന്നു അവര്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച ഈ ഒരു കാഴ്ച ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടം കണ്ട് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുകയും ചെയ്തു. ഇതിന്റെ ഉള്ളിൽ ഏത് കളറുള്ളത്? ഓക്കെ, പർപ്പിൾ കളർ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ അവിടെ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ടേസ്റ്റ് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. സാധാരണയായിട്ട് റെഡ് കളർ സ്കിന്നോട് കൂടിയിട്ട് ഉള്ളിൽ വൈറ്റും അല്ലെങ്കിൽ പർപ്പിൾ ഒക്കെ ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത്. യെല്ലോ സ്കിന്നായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. കൂടുതലായിട്ടും ഇക്വഡോറിലൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഒരു കളർ കാണുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നല്ല റെഡ് കളറിലുള്ള ഈ പൂമരം ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വഴിയോരങ്ങളിലെല്ലാം തന്നെ പൂത്തു നിൽക്കുന്നത് ഈ ഒരു തരത്തിലുള്ള മരമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് നമുക്കിനി ഒരു കാട് കടക്കാനുണ്ട്. അതെ, നമുക്ക് തൃശ്ശൂരിലേക്ക് എത്തണമെങ്കിൽ ഈ സത്യമംഗലം കാട് കടന്നിട്ട് വേണം. നമ്മുടെ വീരപ്പനൊക്കെ ഉണ്ടായിരുന്നില്ലേ? കുറച്ച് പേടിയൊക്കെ ഉള്ളിലുണ്ട്. കാരണം ഇതൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. കാട് കഴിഞ്ഞിട്ടില്ല, ഇനി പകുതിയുണ്ട്. അപ്പോൾ അപ്പോഴേക്കും വെസ്പെല്ലാം പോകും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കാടിന് നടുക്കുള്ള ഒരു ഹോട്ടലിലാണ് റോയൽ താജിലാണ് കയറിയിട്ടുള്ളത്. ഇതാണ്
ഇവിടുത്തെ എഗ് റൈസ് വിത്ത് സാമ്പാറാണ് വിത്ത് ഓംലേറ്റ്. കുഴപ്പമില്ല, നല്ല രസമുണ്ട് റൈസ്. സത്യമംഗലം കാട്ടി വെച്ച് മമ്മിയുടെ ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് നമ്മൾ മമ്മിക്കൊരു സീതപ്പഴത്തിന്റെ സീതപ്പഴത്തിന്റെ തൈ സമ്മാനിക്കുന്നു. മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടിന്റെ തൈയാണിത്. അത് ഞങ്ങൾക്ക് ടൈഗർ റിസർവ് ആണ് കേട്ടത്. ടൈഗർ റിസർവ് ആണ്. അതുകൊണ്ട് എല്ലാവരും വേഗം വണ്ടിക്ക് വരിക്കും, വേഗം വരിക. നമ്മൾ പളനി വഴിയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന മലയില്ലേ, അതാണ് പളനി മല. നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ സീനൊക്കെ മാറി, മേഘം കറുത്ത് മഴയും തുടങ്ങി. പശ്ചിമഘട്ടത്തിൽ ഇടിച്ചു നിൽക്കുന്ന മേഘക്കൂട്ടങ്ങളെയും കണ്ട് ഇനി കുതിരാനിലേക്ക്. അറ്റ് ലാസ്റ്റ് നമ്മൾ വലിയൊരു യാത്രയും കഴിഞ്ഞ് നമ്മുടെ കുതിരാൻ തുരങ്കത്തിലൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പോകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് 777 at Jack Jones.